സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും പൂരത്തിലെ പോലീസ് നടപടി കോടതി നിർദ്ദേശം പരിഗണിച്ചാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1200-ലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് അജിത് കുമാർ DGPക്ക് സമർപ്പിച്ചത്. പൂരത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര പോലീസുകാരെയാണ് ഓരോ സ്ഥലങ്ങളിലും വിന്യസിച്ചതെന്നും വെടിക്കെട്ട് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും തുടങ്ങി പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിക്രമങ്ങളുടെ പൂർണ്ണ രൂപമാണ് റിപ്പോർട്ടിലുള്ളത്. പൂരം കലക്കി എന്ന ആക്ഷേപത്തെ പൂർണ്ണമായി തള്ളുന്നതാണ് റിപ്പോർട്ട്. ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പ്രവർത്തിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ വീഴ്ചകളെ പറ്റി 12 പേജുകളിലായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് അങ്കിത് എന്നും എന്നാൽ ഈ പരിചയസമ്പത്ത് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെന്നും ആക്രമികളെ പെരുമാറുന്ന രീതിയിലാണ് അങ്കിത് അശോകൻ പെരുമാറിയതെന്നും റിപ്പോർട്ടിലുണ്ട്. തൃശൂർ പൂരം കൈകാര്യം ചെയ്യുമ്പോൾ അനുനയ ശ്രമം നടത്തുന്നതിൽ അങ്കിത് അശോകന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും ഇതാണ് പൂരം അലങ്കോലപ്പെടാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.